നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് ടെക്നോളജിക്കും ട്രെൻഡിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന വളരെ വാസ്റ്റായ ഒരു ഇൻഡസ്ട്രികളിലൊന്നാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഒന്ന് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും. COVID-19 വന്നു, ഗ്ലോബൽ പോപ്പുലേഷൻ മുൻപില്ലാത്ത വിധം കൂടുന്നു, ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസസ് കൂടി, അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യ മേഖല. ഇതെല്ലാം കാരണം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ ഡിമാൻഡും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഇനിയുള്ള വർഷങ്ങളിൽ വരാൻ പോകുന്ന ബിഗ്ഗസ്റ്റ് ട്രെൻഡ്സ് ഏതൊക്കെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ട്രെൻഡ് പ്രതിരോധ ചികിത്സ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ ആണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി AI പോലുള്ള ടെക്നോളജീസ് ഉപയോഗിച്ച് സ്മാർട്ട് വാച്ചസ്, ഹെൽത്ത് ബാൻഡ്സ്, ചിപ്പുകൾ എന്നിവയുടെ സഹായത്തോടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് മുൻകൂട്ടി അറിയാനും പ്രിവെൻഷൻ എടുക്കാനും ഇന്ന് നമുക്ക് കഴിയും. രണ്ടാമത്തെ ട്രെൻഡാണ് ഡെമോക്രാറ്റിസ്ഡ് ഹെൽത്ത് കെയർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ പകുതിയിലധികം പേർക്ക് ഇപ്പോഴും അത്യാവശ്യ ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നില്ല. അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ പോലും 10% ജനങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല. എന്നാൽ ഹെൽത്ത് ആപ്പുകളും ചാറ്റ് ബോട്ടുകൾ, വെയറബിൾ ഗാഡ്ജറ്റ്സും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നെ ഒരു പരിധിവരെ ആരോഗ്യം നിയന്ത്രിക്കാൻ കഴിയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ WebMDയുടെ പെയിൻ കോച്ച് ആപ്പ് യൂസേഴ്സിന് അവരുടെ പെയിൻ ലെവൽ ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ട്രിഗറുകൾ തിരിച്ചറിയാനും കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ട്രെൻഡാണ് പേഴ്സണലൈസ്ഡ് ആൻഡ് പ്രിസൈസ്ഡ് ഹെൽത്ത് കെയർ. പേര് പോലെ തന്നെ ഓരോ വ്യക്തിക്കും പേഴ്സണലൈസ്ഡ് ആൻഡ് പ്രിസൈസ്ഡ് ആയ കെയർ ലഭിക്കാൻ പറ്റുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഓർലാൻഡോ ഹെൽത്ത് അവിടുത്തെ രോഗികളുടെ ഡാറ്റ കളക്ട് ചെയ്ത് ആ ഡാറ്റ ഉപയോഗിച്ച് ഓരോ രോഗിക്കും അവർക്ക് വേണ്ട ചികിത്സയും മറ്റ് പരിചരണങ്ങളും കൃത്യതയോടെ ലഭ്യമാക്കി. AIയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമായത്. ആരോഗ്യ സംരക്ഷണം ഡിജിറ്റലായി മാറുന്നതാണ് നാലാമത്തെ ട്രെൻഡ്. ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകൾ പോലെയുള്ള കാര്യങ്ങൾ എവിടെയിരുന്നും ഡോക്ടേഴ്സിന് കൺസൾട്ടേഷൻ നടത്തുന്നത് എളുപ്പമാക്കുന്നു. ഉദാഹരണത്തിന് ഡോക്ടർമാർ രോഗികളെ കാണാതെ തന്നെ മറ്റൊരിടത്ത് ഇരുന്ന് ചികിത്സിക്കുന്നതാണ് ടെലിമെഡിസിൻ. ഇത് COVID-19 കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു. US-ൽ 2020 ഏപ്രിലിൽ 40% മെഡിക്കെയർ പ്രൈമറി കെയർ കൺസൾട്ടേഷൻ ടെലിമെഡിസിൻ വഴിയായിരുന്നു. ഇത് ആരോഗ്യരംഗത്തിൽ വലിയ മാറ്റങ്ങളിൽ ഒന്നാണ്. അഞ്ചാമത്തെ ട്രെൻഡ് ബോഡി ആൻഡ് ബയോ ഹാക്കിംഗ് ആണ്. ജീൻ എഡിറ്റിംഗ്, ജീനോമിക്സ്, അഡ്വാൻസ്ഡ് പ്രോസ്തെറ്റിക്സ്, ലാബിൽ വളർത്തിയ ശരീരഭാഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമ്മുടെ ശരീരവും മനസ്സും എങ്ങനെ ബെറ്ററായി പ്രവർത്തിപ്പിക്കാം, ഏജിങ് കുറയ്ക്കാനുള്ള വഴികൾ. ഉദാഹരണത്തിന് ബുള്ളറ്റ് പ്രൂഫ് കോഫി ബ്രാൻഡിൻ്റെ സ്ഥാപകനായ ഡേവ് ആസ്പ്രേ 280 വർഷം വരെ ജീവിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ, പുതിയ മരുന്നുകൾ, ഇതെല്ലാം പയ്യെയാണെങ്കിലും ഈ ബോഡി ആൻഡ് ബയോ ഹാക്കിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ട്രെൻഡ് 6 റോബോട്ടിക്സും നാനോ ബോട്ടുകളുമാണ്. ഭാവിയിൽ നാനോ ബോട്ടുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ റോബോട്ടുകളും മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്നാണ് പറയുന്നത്. സർജറീസ് നടത്താൻ ഹോസ്പിറ്റൽസിൽ ഓൾറെഡി റോബോട്ടുകളെ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയോ? തളർവാദ രോഗികളെ നടക്കാൻ സഹായിക്കുന്ന റോബോട്ടിക് എക്സോസ്കെൽട്ടൻസും ഉണ്ട്. എന്നാൽ നാനോ ബോട്ടുകൾ ശരീരത്തിലേക്ക് കുത്തിവെച്ച് ആവശ്യമായ കോശങ്ങളിലേക്ക് നേരിട്ട് മരുന്നെത്തിക്കാൻ കഴിയുന്ന ചെറിയ റോബോട്ടുകളാണ്. വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി ബ്ലഡ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ ഈ നാനോ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഡാറ്റിഫിക്കേഷനാണ് അവസാനത്തെ ട്രെൻഡ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇൻ്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ് IoMT അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വെയറബിൾ ഗാഡ്ജറ്റ്സും മെഡിക്കൽ ആപ്പുകളും പോലുള്ള സ്മാർട്ട് മെഡിക്കൽ ഉപകരണങ്ങളുടെ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് ഓഫ് മെഡിക്കൽ തിങ്സ്. ഈ ഗാഡ്ജറ്റ്സിലൂടെ ഈസിയായി സുരക്ഷിതമായി ക്ലിനിക്കൽ ഡാറ്റ ഷെയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും IoMT ആണ് സഹായിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിൽ 2027 $85 ബില്യൺ വിലമതിക്കാൻ പോകുന്ന മാർക്കറ്റാണിത്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കരിയർ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കൂടെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.